കേരള ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്ന റെസിപ്പി തന്തൂരി ചിക്കൻ. അത് എൻ്റേതായ രീതിക്കാണ് ഞാൻ ചെയ്യുന്നത്. അതിലേക്ക് വേണ്ടി 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൽ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂണിനാണ് ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഇനി വേണ്ടത് നാരങ്ങ നീരാണ്. നാരങ്ങ നീരും ചേർത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ച പേസ്റ്റാണ് അത് ചേർക്കുന്നു. അത് 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. അതിലേക്ക് ഇനി വേണ്ടത് ഉപ്പാണ്. അത് ഞാൻ 1/2 സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ നോക്കിയിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 സ്പൂണ് എരിവുള്ള മുളക് പൊടി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർക്കേണ്ടിയുണ്ട്. അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ യോജിപ്പിക്കാം. നല്ല രീതിയിൽ യോജിപ്പിച്ചിട്ടുണ്ട്. മസാല എല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് മാറ്റി വയ്ക്കുക. ഇനി അടുത്തതായി ഒരു ബൗൾ എടുത്ത് അതിലേക്കായി 2 സ്പൂണ് തൈര് ചേർക്കുക. നല്ല പുളിപ്പില്ലാത്ത തൈരാണ് നല്ലത്. അതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതിലേക്ക് ഇനി വേണ്ടത് ജീരകപ്പൊടി. ഒരു ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി അടുത്ത് ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടി. അത് 1 സ്പൂൺ ചേർക്കുന്നുണ്ട്. അടുത്ത് വേണ്ടത് മസാലപ്പൊടിയാണ്. അതും ഒരു ചെറിയ സ്പൂണ് ചേർക്കുന്നുണ്ട്. ഇനി അടുത്ത് വേണ്ടത് ഇത് പിരിയൻ മുളക് പൊടിയാണ്. പിരിയൻ മുളക് പൊടി കളറും നല്ല ഇതും കിട്ടാൻ വേണ്ടിയാണ് പിരിയൻ മുളക് പൊടി. അത് ഒരു 1/2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇനി ഇതിലേക്ക് വേണ്ടത് കസ്തൂരി മെഹന്തിയാണ്. അത് 1 സ്പൂണ്. ഇതിലേക്ക് ഇനി ഒരു 1/4 സ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത്, തൈര് കൂടുതലായിട്ട് ചേർക്കണ്ട, മുളകിൻ്റെ കളറ് നഷ്ടപ്പെട്ടു പോകും. നല്ലതുപോലെ മിക്സാക്കിയ കൂട്ടിനെ ഈ ഇറച്ചിയിലേക്ക്, ചിക്കനിലേക്ക് ചേർക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1 സ്പൂൺ എണ്ണയും കൂടെയാണ്. അതിനെ നല്ലതുപോലെ യോജിപ്പിച്ച്, നല്ല രീതിയിൽ യോജിപ്പിച്ച് സെറ്റാക്കുക. മസാല എല്ലാം ചേർത്ത് ഇത് നല്ല രീതിയിൽ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ എത്ര സമയം ഇരിക്കുമോ അത്രയും സമയം നല്ലതായിരിക്കും. കുറഞ്ഞത് 6 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. അതിന് ശേഷം തന്തൂരി ഉണ്ടാക്കാം. എല്ലാം പുരട്ടി വെച്ച ചിക്കൻ തന്തൂരിക്ക് റെഡി ആയിട്ടുണ്ട്. 6 മണിക്കൂർ കഴിഞ്ഞ് ഇനി ഇതിനെ ഞാനിവിടെ ഓവനിലാണ് വെക്കുന്നത്. അത് ഇതിലേക്ക് വേണ്ടി ഓവൻ ചൂടാക്കി തന്തൂർ പ്രസ് ചെയ്ത് പ്രീ ഹീറ്റ് ചെയ്യണേ. പ്രീ ഹീറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് തുറന്നിട്ട്
ചിക്കൻ വെച്ച് കൊടുക്കുകയാണ് ഇതിൽ. കുറച്ച് ബട്ടർ ഇതിലേക്ക് തേച്ച് കൊടുക്കാം. ഡോർ അടച്ച് 10 മിനിറ്റ് ഓൺ. ഇത് 10 മിനിറ്റായി. ഇതിനെ തിരിച്ച് വെച്ച് കൊടുക്കണേ. ഇത് തിരിച്ച് വെച്ചിട്ട് ഇനി 5 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കണേ. 15 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറന്ന് ഇതിനെ ഇനി ചെറുതായിട്ട് ഓവനിൽ ഇത് ഫ്രൈ പാൻ വെച്ച് ഇതിനെ ചെറുതായിട്ട് ഒരല്പം എണ്ണ ഒഴിച്ച് മൂപ്പിച്ചെടുക്കാം. സ്റ്റൗ കത്തിച്ച് തവ പാൻ അടുപ്പത്ത് വെച്ച് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനുള്ള തവയാണ്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് അതിലേക്ക് ഈ തന്തൂർ ആയ നല്ല വെന്ത് കഴിഞ്ഞ് ഇനി അല്പം ഫ്രൈ ആവാനാണ് ഇതിൽ വയ്ക്കുന്നത്. ഏകദേശം എല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ചാർക്കോൾ കത്തിച്ചത്, നിങ്ങൾക്ക് അതില്ലെങ്കിൽ ചെറ്റ വേണമെങ്കിലും കത്തിച്ച് കനലാക്കി ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒഴിച്ച് അല്ല ഇവയ്ക്ക് അടച്ച് തന്തൂരി റെഡി ആയിട്ടുണ്ട്. ഇത് വേറെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഒരു ടേസ്റ്റുള്ള തന്തൂരിയാണ്. ഇനി അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് വരെ